ഞാനിപ്പം ഇന്ദിരാനഗർ പോയിക്കൊണ്ടിരിക്കുക. ഇന്ന് ഞാൻ എൻ്റെ ഹസ്ബൻഡിനെ ഓഫീസിൽ ഡ്രോപ്പ് ചെയ്തിട്ട് ബ്രേക്ക്ഫാസ്റ്റ് എന്ന രാമേശ്വരം ക്യാഫെ നാക്കാം. എനിക്ക് ഭയങ്കര ഇഷ്ടം അവിടുത്തെ നെയ്യിൽ പൊതിഞ്ഞ സാധനങ്ങൾ. അങ്ങനെ രാമേശ്വരം ക്യാഫേയിലെ പൊടി ഇഡ്ഡലി അല്ലെങ്കിൽ പൊടി ദോശ, പൊടി ഗീ ദോശ കഴിക്കാൻ പോകുന്ന എന്നെയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഇതാ ഞാൻ എന്നോട് തന്നെ സംസാരിച്ചുകൊണ്ടൊക്കെ ഇങ്ങനെ വണ്ടി ഓടിച്ചു പോവുക. എത്രയാന്ന് തോന്നുന്നു. ഈ ലൊക്കേഷൻ ഇപ്പോഴാണ് കാണുന്നത്. നല്ല തിരക്കുണ്ടല്ലോ. എനിക്ക് പാർക്കിംഗ് കിട്ടുന്നില്ല ഇവിടെ. ഞാൻ വിചാരിച്ചു വീക്ക് ഡേ ആയതുകൊണ്ട് ഈസി പാർക്കിംഗ് ആയിരിക്കുന്നു. രാമേശ്വരം ക്യാഫെ കഴിഞ്ഞ ഒരു 100 മീറ്റർ ഞാൻ മുന്നേ വന്നു കഴിഞ്ഞു. ഇവിടെ ഇട്ട് നോക്കാമല്ലേ. വണ്ടി കൊണ്ടുപോയി ഞാൻ ഇവിടെ ഏതോ ഒരു കടയുടെ ബാസ്കറ്റ് റോബിൻസിൻ്റെ മുന്നേ ഞാൻ തോന്നിട്ടിട്ടുണ്ട്. തിരിച്ചു വരുമ്പോൾ എൻ്റെ വണ്ടി ഇവിടെ ഉണ്ടെങ്കിൽ രക്ഷപ്പെട്ടു. ഓക്കെ, ഞാൻ എന്നിപ്പോൾ കഴിച്ചിട്ട് വരാം. എൻ്റെ രാമേശ്വരം അഡ്വഞ്ചർ കഴിഞ്ഞു. ഇനി ബാക്ക് ഹോം, ബാക്ക് ടു വർക്ക്. ഞാൻ ബാംഗ്ലൂർ കൂടെ തന്നെ വണ്ടി ഓടിക്കുമ്പം എപ്പോഴും ഞാൻ ആലോചിക്കുന്നത് ഞാനിവിടെ വന്ന സമയമാണ്. 2011 is when I came to Bangalore first. കോളേജിൽ ഒന്നും അറിയാത്ത ഒരു പെൺകുട്ടി. അന്നേരം വന്നപ്പോൾ എനിക്ക് റോഡ് ക്രോസ് ചെയ്യാൻ ഭയങ്കര പേടിയായിരുന്നു ഇവിടുത്തെ. അപ്പോൾ നമ്മൾ സ്ഥിരം നമ്മുടെ കോളേജിൻ്റെ അടുത്ത് ഉള്ള സ്ഥലമാണ് ഫോർമോൾ. അവിടോട്ടാണ് ആകെ വീക്കെൻഡ്സ് ആകുമ്പോൾ കൂടുതലും പോകുന്നത്. അപ്പോൾ അവിടെ നമ്മൾ ഈ റോഡ് കുറച്ചധികം ക്രോസ് ചെയ്തിട്ട് ചാടിച്ചാടിയാണ് നമ്മളപ്പുറത്ത് പോകുന്നത്. അപ്പോൾ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു ഇനീഷ്യലി വന്നപ്പോഴത്തേന്. പക്ഷെ പിന്നെ ഒരു 2-3 മാസം കഴിഞ്ഞപ്പോഴത്തേന് ഇതൊക്കെ ചാടി കടന്ന് പോകാൻ തുടങ്ങി. ആൻഡ് ദെൻ ജൂനിയേഴ്സ് ആയിട്ടുള്ള ആൾക്കാരായിട്ട് ഫ്രണ്ടായി വന്നപ്പോൾ ഞാൻ സെക്കൻഡ് ഇയർ ഒക്കെ ആയപ്പോഴത്തേന് ജൂനിയേഴ്സ് വന്നില്ല. അങ്ങനെ അവരുമായിട്ടൊക്കെ പുറത്ത് പോകുമ്പം അവർക്ക് പേടിയാവുമ്പം നമ്മൾ കൈ പിടിച്ച് ഇങ്ങനെ ക്രോസ് ഒക്കെ ചെയ്യിപ്പിക്കുമ്പോൾ it felt nice, like you know what you're doing എന്നൊരു സാധനം. 2011 I was guessing I was 17 years old. I was turning 18. ബാംഗ്ലൂർ വന്നപ്പോൾ 17 വയസ്സ്. ഇപ്പം 32 വയസ്സ്. I've seen the city change drastically. പണ്ട് കണ്ട കോളേജിൻ്റെ അടുത്തുണ്ടാകുന്ന ക്യാഫേസോ കോഫി ഷോപ്സോ ഈവൻ പബ്സ് ഫോർ ദാറ്റ് മാറ്റർ, എവറിത്തിങ് കീപ്സ് ചേഞ്ചിങ്. ആകെ എനിക്കൊന്ന് ഖാബ കാർപ്പ നമ്മുടെ അടുത്തുള്ളൊരു ടിബറ്റൻ റെസ്റ്റോറൻറ്റ് മാത്രമുണ്ട്. അതുപോലെ തന്നെ പിന്നെ ഇന്ത്യൻ കോഫി ഹൗസും ഉണ്ടെന്ന് തോന്നുന്നു. പക്ഷെ ഒരുപാട് മാറ്റങ്ങൾ ഇങ്ങനെ വന്നു പോയൊക്കെ നമ്മളിങ്ങനെ കാണുമ്പം oh my god, I witnessed the transition of a city for this long. അതായത് ഞാൻ നാട്ടിൽ എറണാകുളത്തായിരുന്നപ്പോഴും കൂടുതലും ഞാൻ അങ്ങനെ പബ്ലിക് ട്രാൻസ്പോർട്ട് എടുക്കുകയോ തന്നെ ട്രാവൽ ചെയ്തിട്ടില്ല. അത്രയും നാൾ ഞാൻ എൻ്റെ വീട്ടിൽ വളർന്ന സമയത്തൊക്കെ പേരൻസ് വുഡ് ടേക്ക് മീ ആൻഡ് മൈ സിസ്റ്റർ എവ്രിവെയർ. wherever we wanted to go they would take us. അപ്പോൾ അങ്ങനെ ഒരു റൂട്ട് എന്നുള്ളൊരു എനിക്ക് തന്നെ പോയാൽ I didn't know the routes because I always knew the dad's driving. So എനിക്കങ്ങനെ തന്നെ കോളേജ് പോയി അവധിക്ക് വരുമ്പം ഫ്രണ്ട്സൊക്കെ കൂടെ ഉണ്ടെങ്കിൽ ഐ ഡിഡ്ന്റ് നോ ഹൗ ടു ഷോ ദം ദ റൂട്ട് ബിക്കോസ് ഞാൻ തന്നെയായിട്ട് എവിടെയും പോയിട്ടില്ലല്ലോ. എന്തെങ്കിലും ഐ യു ഷുവർ യു ആർ ഫ്രം കൊച്ചിൻ ഇറ്റ്സെൽഫ്. പക്ഷേ എനിക്ക് കൊച്ചിനെക്കാട്ടി തിട്ടം ആ സമയത്ത് എനിക്ക് ബാംഗ്ലൂർ ഞാൻ ഉണ്ടായിരുന്ന സ്ഥലം കോർമംഗലം ആൻഡ് പ്ലേസസ് ലൈക്ക് ദാറ്റ്. അപ്പം ഐ റിയലൈസ് ഹൗ ക്ലോസ് എൻ്റെ ഒരു ദ ബെസ്റ്റ് പാർട്സ് ഓഫ് മൈ ലൈഫ് ഹാവ് ബീൻ ലിവ്ഡ് ഇൻ ബാംഗ്ലൂർ. ഞാൻ എന്നെ തന്നെ മനസ്സിലാക്കിയ ഒരു സമയം, എൻ്റെ റൈറ്റ്സ് എക്സസൈസ് ചെയ്യാൻ തുടങ്ങിയ സമയം, അത്രയും നാളും കറക്റ്റാന്ന് പറഞ്ഞ സാധനങ്ങൾ കറക്റ്റ് തന്നെ ആണോ എന്ന് ചോദിക്കാൻ തുടങ്ങിയതൊക്കെ ഇവിടെ വന്നിട്ട് തന്നെയാണ്. അപ്പോൾ സിറ്റി മാറുന്നതിനോട് കൂടെ തന്നെ ഞാനും കുറേ എന്ന് വെച്ചാൽ കുറേ മാറി. എൻ്റെ മാറ്റം, ഐ തിങ്ക് മൈ ട്രാൻസിഷൻ it was gradual but it was evident. It was quite evident whatever change I had in my life. എൻ്റെ റിലീജിയസ് ഫെയ്ത്ത് ആവുന്നതിലും ലൈഫിനെ കുറിച്ചുള്ള ഓവറോൾ ഔട്ട്ലുക്ക് ആണെങ്കിലും മൈ ഐഡിയ ഓഫ് മൊറാലിറ്റി, മൈ ഐഡിയ ഓഫ് റൈറ്റ് ആൻഡ് റോങ്, ഗുഡ് ആൻഡ് ബാഡ്, ഇതെല്ലാം
തന്നെ ജീവിച്ച് തന്നെ I had to figure things out. I didn't have a choice. Cousins ഒക്കെ ഉണ്ടല്ലോ, I never lived with them or went to them, visited them. അപ്പം it's not like I had somebody to guide me or anything. I had to figure things out. I had my friends with me, but it was like the blind leading the blind. Each of us had to figure things out ourselves. And in a way that's, എനിക്ക് തോന്നുന്നു ഞാൻ നാട്ടിൽ വളർന്നിരുന്നെങ്കിൽ, നാട്ടിൽ തന്നെ കോളേജും ചെയ്തിരുന്നെങ്കിൽ, I think I would have been a very sheltered and protected and spoiled kid who always thought, the world outside is bad and I shouldn't be talking to certain people, or like I should only be talking to a certain kind of people who will make me look good or things like that. പക്ഷേ എനിക്ക് എൻ്റെ ജീവിതത്തിൽ വന്ന എല്ലാ മാറ്റങ്ങളും ഞാൻ അറിഞ്ഞുകൊണ്ട് വന്ന മാറ്റങ്ങൾ തന്നെ. അതായത് I wanted to change. I genuinely wanted to change. ഞാൻ ഒരിക്കലും നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വന്നപ്പോൾ I never told myself that I wouldn't change. I wasn't like this rigid ആയിരുന്നില്ല. എനിക്ക് ഇവിടെ വന്നപ്പോഴും ബാംഗ്ലൂർ വന്നപ്പം I wanted to explore and live life to the maximum, because until then, like, my parents were escorting me and my sister everywhere we went. സ്കൂളിൽ പോയാലും അവിടെ പുറത്ത് പോയാലും എല്ലാം. അപ്പോൾ എനിക്ക് എൻ്റെ ജീവിതം ആരും ഇല്ലാതെ എനിക്ക് എൻ്റെ ലൈഫ് എക്സ്പ്ലോർ ചെയ്യണം, കാര്യങ്ങൾ കാണണം, സ്ഥലങ്ങൾ കാണണം, ആൾക്കാരെ മീറ്റ് ചെയ്യണം, ഇതൊക്കെയായിരുന്നു എൻ്റെ ആഗ്രഹം. And I did all that and I met my husband, and അതൊക്കെ if I were not in Bangalore I would never have met Nitin. So I am grateful for that as well. All good things started in Bangalore, to be very honest. In between ഞാൻ ഒരു 2016 or 16 ആണെന്ന് തോന്നുന്നു തിരിച്ച് ബാക്ക് ടു കൊച്ചിൻ, and then there was a 6-year gap. In 2022 I got back. ഇപ്പം പിന്നെ 3 വർഷമായി പിന്നെ ബാക്ക് ടു ബാംഗ്ലൂർ. അപ്പം ആ ഒരു ഇൻ ബിറ്റ്വീൻ ആ 6-year ഗ്യാപ്പ് ഐ വിൽ നെവർ മറക്കാത്തൊരു സമയമാണ്. കാരണം ഞാൻ ആഗ്രഹിക്കാതെ നാട്ടിൽ തിരിച്ചു പോയത്. ലൈക്ക് സർക്കംസ്റ്റാൻസസിൻ്റെ ഇത് കാരണം I had to go. We didn't have a choice, no choice at all. So like certain അവസ്ഥ കാരണം നാട്ടിൽ പോയി. But those 6 years എൻ്റെ മനസ്സിൽ, ആ 6 വർഷം ഞാൻ എൻ്റെ മനസ്സിൽ ഞാൻ എന്ന് ബാംഗ്ലൂർ പോകുന്ന ആഗ്രഹിച്ചു. എനിക്ക് when will I go back to the place that made me me, എൻ്റെ സ്ഥലത്തോട്ട് എന്ന് പോകുന്നുള്ളൊരു ആഗ്രഹിച്ചെന്നാൽ 6 വർഷം ഞാൻ ജീവിച്ചത്. I still remember ഞാൻ ബാംഗ്ലൂരോട്ട് എൻ്റെ ബാംഗ്ലൂരിലുള്ള കുറേ ബുക്സ് ഞാൻ ഒരു വലിയ സൂട്ട് കേസിനകത്താക്കിയാണ് നാട്ടിലോട്ട് പോയത്. ഞാൻ കോവിഡ് ആവുന്നത് വരെ, ജസ്റ്റ് 2020 വരെ ആ പെട്ടി ഞാൻ പൊട്ടിക്കാതെ വെച്ചു. ബിക്കോസ് 4 വർഷം, അതായത് 2016 തൊട്ട് 2020 വരെ ആ പെട്ടി ഞാൻ തുറക്കാതെ അവിടെ തന്നെ വെച്ചു. ബിക്കോസ് ഐ തോട്ട് ഞാൻ ഉടനെ ബാംഗ്ലൂർ പോകും. ഇറ്റ് വാസ് ഡെല്യൂഷണൽ. I wouldn't recommend doing that, but എനിക്ക് ഒരുപാട് I was dealing with a lot of mental health issues as well, and I was in denial of my, എൻ്റെ അപ്പത്തെ അവസ്ഥയിൽ ഡിനൈ ചെയ്ത് ജീവിച്ച ഒരാളാണ് ഞാൻ. അപ്പം കോവിഡൊക്കെ കഴിഞ്ഞു, took a lot of therapy and treatment and medicines and all that, and കുറച്ച് ഭേദമായപ്പോഴാണ് ബാക്ക് ടു ബാംഗ്ലൂർ വന്നത്. ബാംഗ്ലൂർ വന്നു, I felt much better soon after reaching the city. I don't know what it is. Physically അല്ല, like I started falling sick every now and then, ഇവിടുത്തെ പൊല്യൂഷൻ and shit like that. But അതല്ലാതെ ഞാൻ നോക്കുമ്പോഴത്തേന് somewhere mentally I was completely, എനിക്ക് ഇവിടെ വരുമ്പോഴത്തേന് എനിക്ക് എന്തോ എൻ്റെ സ്പേസ്, എൻ്റെ സ്ഥലം, I can just be myself. And recently എനിക്കൊന്ന് ഞാനൊരു റീല് കണ്ടത് ഇൻസ്റ്റഗ്രാമിൽ. There was this girl who was talking about how she can be herself in another city and not in her own hometown, and I completely resonated with it. Because ഞാൻ പേഴ്സണലി, ബാക്കിയുള്ളൊരു കാര്യം എനിക്കറിയത്തില്ല, ഞാൻ ഒരുപാട് കാര്യത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി വീട് വിട്ട ഒരാളാണ്. അപ്പം അതിൽ നിന്നൊക്കെ രക്ഷപ്പെട്ട് ഞാൻ എൻ്റെതായ ഐഡന്റിറ്റി ഫോം ചെയ്ത് കഴിഞ്ഞിട്ട് then going back to a place where it's not that I hate Cochin or anything, but എൻ്റെ സ്കൂളിൽ ഏറ്റവും അവസാനം 11th 12th ഞാൻ മീറ്റ് ചെയ്ത കുറച്ച് ടീച്ചേഴ്സ്, കുറച്ച് സ്റ്റുഡൻസ്, ലൈക്ക് മൈ എക്സ്പീരിയൻസ് വാസ്, ആൻഡ് തിങ്സ് ഇൻ ചർച്ച് ആൻഡ് ദ പീപ്പിൾ ഇൻ ചർച്ച്, ദ വേ സർട്ടൻ മെൻ ബിഹേവ്ഡ്, certain boys behaved, അതൊന്നും ഞാൻ ഒരിക്കലും എൻ്റെ ലൈഫിൽ ഞാൻ മറക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ നല്ല മെമ്മറീസ് ഇപ്പോൾ ഉള്ളതുകൊണ്ട് I don't always remember them, but those are all things that trigger me when I go back to Cochin, and I try to steer clear of the places and the people that trigger me. കൊച്ചിൻ എനിക്ക് പ്രശ്നം ഉണ്ടായിട്ടൊന്നുമല്ല, പക്ഷെ എനിക്ക് somewhere I feel people are so easy to judge, and okay, നമ്മുടെ വീട്ടുകാരുടെ അടുത്ത് ന്യൂസ് എത്തും എന്നുള്ള സാധനം ഒരു എക്സ്റ്റെന്റ് വരെയൊക്കെ ഞാനിപ്പോൾ I'm okay with my dad and mom getting to know certain things, because they have reached a point where they are okay with whatever I do in my life, because they know that they can't control me. അപ്പോൾ they have just let me go. പിന്നെ like it's my in-laws and
മൈ ഇൻലോസ് ഒരുപാട് കാര്യത്തിൽ അവർ വെൽക്കമിങ് ആണ്. ദേ ഹാവ് ഓൾസോ ചേഞ്ച്ഡ് ആൻഡ് ഇവോൾവ്ഡ് ഓവർ ദി ഇയേഴ്സ്. സോ അവിടെ അല്ല പ്രശ്നം. എന്നാലും ദർ ആർ സർട്ടൻ പീപ്പിൾ ആൻഡ് പ്ലേസസ് ദാറ്റ് സ്റ്റിൽ എനിക്ക് ആഗ്രഹമില്ലാത്ത, ഐ ഡോണ്ട് തിങ്ക് ഉടനെയൊന്നും ഞാൻ കൊച്ചിയിൽ സെറ്റിൽ ഡൗൺ ആവുന്നു. സർക്കംസ്റ്റാൻസസ് ഇങ്ങനെ തന്നെ, കാര്യങ്ങൾ ഇങ്ങനെ തന്നെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഐ ഡോണ്ട് തിങ്ക് ഐ വിൽ സെറ്റിൽ ഇൻ കൊച്ചിൻ. ബിക്കോസ് അവിടുത്തെ ഒരുപാട് ആൾക്കാരുടെ മൈൻഡ് സെറ്റും കാര്യങ്ങളൊക്കെ ഇപ്പോഴും മാറാനായിട്ടുണ്ട്. നോ മാറ്റർ ഹൗ മച്ച് പീപ്പിൾ സേ ദ സിറ്റി ഹാസ് ചേഞ്ച്ഡ്, പ്രോബബ്ലി ഇൻ ടേംസ് ഓഫ് ഐ ഡോണ്ട് നോ ഇൻഫ്ര ആൻഡ് ഡെവലപ്മെന്റ് ആൻഡ് ഓൾ ദാറ്റ് ഇറ്റ്സ് ചേഞ്ച്. ബട്ട് മൈൻഡ് സെറ്റിൽ എത്ര പേര് മാറിയിട്ടുണ്ടെന്നുള്ള എനിക്ക് അറിയില്ല. ഐ എം നോട്ട് ടോക്കിംഗ് അബൌട്ട് ദി യങ്സ്റ്റേഴ്സ്. ഐ തിങ്ക് ദി യങ്സ്റ്റേഴ്സ് ഹാവ് ചേഞ്ച്ഡ് എ ലോട്ട്. അറ്റ്ലീസ്റ്റ് പുറത്തുനിന്ന് നോക്കുമ്പോഴത്തേന് തിങ്സ് ഹാവ് ചേഞ്ച്ഡ്. അത് ഉള്ളിൽ എങ്ങനെ കാര്യങ്ങൾ ശരിക്കും മാറിയിട്ടുണ്ടാവുമെന്ന് എനിക്കറിയത്തില്ല. ബട്ട് എനിക്കെന്തോ, എനിക്ക് പേഴ്സണൽ എക്സ്പീരിയൻസസ്, എൻ്റെ പാസ്റ്റ് എക്സ്പീരിയൻസസ് കാരണം എനിക്ക് കൊച്ചിയിൽ അങ്ങനെ സെറ്റിൽ ചെയ്യാൻ വലിയ ആഗ്രഹമൊന്നുമില്ല. ഐ ഡോണ്ട് മൈൻഡ് വിസിറ്റിംഗ് ആൻഡ് കമ്മിങ് ബാക്ക്. ബട്ട് ബാംഗ്ലൂരിലും ചില സമയത്ത് ഇവിടുത്തെ കാലാവസ്ഥയും എസ്പെഷ്യലി ദ ഫക്കിംഗ് ട്രാഫിക് മാൻ, ഞാൻ ഇപ്പോൾ ട്രാഫിക് കിടന്നുകൊണ്ട് തന്നെ ഇത് ഈ കുണയ്ക്കുന്ന ചില സമയത്ത് ഇവിടെ നിൽക്കുമ്പോൾ ചോദിച്ചാൽ നാട്ടിലെങ്ങാനും പോയാൽ മതി. ദാൻ ഐ എം ലൈക്ക്, അത് ചിന്തിച്ചാൽ ഞാൻ ഉടനെ നെക്സ്റ്റ് സെക്കൻഡ് ഐ എം ലൈക്ക് എന്തിന് നാട്ടിൽ പോയിട്ട് എന്തെടുക്കാൻ, ലൈക്ക് ബെറ്റർ ജോബ്സ്. ഞാൻ ജോലി ചെയ്ത സ്ഥലങ്ങളിലൊക്കെ ലീവ് തരത്തില്ല നമുക്ക്. നമ്മൾ ലീവ് ചോദിച്ചാൽ നമുക്ക് കിട്ടേണ്ട സാധനം അത്. ദേ വുഡന്റ് ഈവൻ ലെറ്റ് യു നോ ഹൗ മെനി ലീവ് ബാലൻസസ് യു ഹാവ്. എന്നിട്ട് 5 മിനിറ്റ് ലേറ്റ് ആയിട്ട് ഓഫീസിൽ ചെന്ന് നമ്മുടെ സാലറി കട്ട് ചെയ്യുന്ന കമ്പനീസ് ഇപ്പോഴും നാട്ടിലുണ്ട്. ഇപ്പോഴും, അതായത് 5 മിനിറ്റ് നമ്മൾ എക്സ്ട്രാ ജോലി ചെയ്താൽ പൈസ തരത്തില്ല, പക്ഷെ 5 മിനിറ്റ് നമ്മൾ ലേറ്റ് ആയി, യു വോണ്ട് ബിലീവ്, അവിടെ ഒരാൾ ഇരിപ്പുണ്ട് 9:30 ഷാർപ്പ് ഓഫീസിൽ എത്തിയില്ലെങ്കിൽ സംബഡി ടു മോണിറ്റർ യു. 9:31 എത്തിയാൽ കട്ട് ചെയ്യും. അങ്ങനെ 3 ദിവസം അടുപ്പിച്ച് അത്ര ലേറ്റ് ആയാൽ ഒരു ദിവസം സാലറി കട്ട് ചെയ്യും. അങ്ങനെ എൻ്റെ എത്ര സാലറി കട്ട് ചെയ്തിട്ടുണ്ട്. എനിക്ക് 1 മാസം പോലും എനിക്ക് ഫുൾ സാലറി കിട്ടിയതില്ല. ഞാനവിടെ നാട്ടിൽ ജോലി ചെയ്തപ്പോൾ ഒരു കമ്പനിയിൽ, ആ കമ്പനിയിൽ എനിക്ക് എൻ്റെ ലീവ് ബാലൻസസ് എന്നോട് പറഞ്ഞില്ല, എനിക്ക് കിട്ടാൻ പോകുന്ന ബെനിഫിറ്റ്സോ ഒന്നും പറഞ്ഞിട്ടില്ല. ആകെ കട്ട് ചെയ്ത് മാത്രം ബാക്കിയുണ്ട്. ഇപ്പോഴതൊക്കെ ആലോചിക്കുമ്പം എനിക്കറിയാവുന്ന ആൾക്കാരോടൊക്കെ ഞാൻ ആ കമ്പനിയുടെ ഈ കാര്യങ്ങൾ ഈ സൈഡ് ഞാൻ അവരോട് ഞാൻ പറഞ്ഞ് മനസ്സിലാക്കും. പിന്നെ പൊതുവേ കൊച്ചിയിൽ എനിക്ക് തോന്നുന്ന കൾച്ചർ ഹാസ് ടു ചേഞ്ച്. നോട്ട് ജസ്റ്റ് കൊച്ചിൻ, ഐ തിങ്ക് കേരള ദിസ് കൾച്ചർ ഹാസ് ടു ചേഞ്ച്. നമ്മളെ സ്ലേവ്സിനെ പോലെ ട്രീറ്റ് ചെയ്യുന്നത്, സാലറിയും തരത്തില്ല, ഇങ്ങനെയും ഡിസ്റെസ്പെക്ട്ഫുള്ളി ട്രീറ്റ് ചെയ്യുന്നത്. ഒരാൾ ലീവ് എന്ന് പറഞ്ഞാൽ അവരുടെ അവകാശം. ഇവിടെ നിന്നൊക്കെ പറഞ്ഞ കമ്പനി, ഞാൻ ഇപ്പോൾ ഉള്ള കമ്പനിയിൽ സോ ഹെൽത്തി, ദേലേക്കിനോ ലീവ് എടുക്കും മക്കളെ, കുറെ ബാലൻസ് ഉണ്ട്. പിന്നെ നമ്മുടെ സിസ്റ്റമിനകത്ത് ഓട്ടോമേറ്റഡ് ആയിട്ട് വരുന്നു. കുറെ നാളെല്ലോ ലീവ് എടുത്തിട്ട് ഒന്ന് ലീവ് എടുക്കൂ. അപ്പൊ അത് ഞാൻ കാണുമ്പോൾ ദ സ്റ്റാർക്ക് ഡിഫറൻസ്. അപ്പം കൾച്ചറലി സോഷ്യലി ദേഴ്സ് എ ലോട്ട് ഓഫ് ഡിഫറൻസ് ഹിയർ. അപ്പം വെറുതെ ഒന്നും അല്ല പിള്ളേർ ഇവിടെ ബാംഗ്ലൂരിൽ വന്ന് പിള്ളേർ വരുന്നത്, പിള്ളേർ പഴിച്ചു പോകുന്നതല്ല. നാട്ടിലെ എല്ലാവരും പറയുന്നത് പിള്ളേർ ബാംഗ്ലൂർ വന്ന് കൈവിട്ട് പോയി, നശിച്ചു പോയി. അത് കൈവിട്ട് പോകുന്നതല്ല, നിങ്ങളുടെ കയ്യിൽ നിന്ന് വിട്ടുപോയി. അതായത് പേരൻസിന്റെ അല്ലെങ്കിൽ അവരെ കൺട്രോൾ ചെയ്യാൻ നോക്കുന്ന ആൾക്കാരുടെ കയ്യിൽ നിന്ന് വിട്ടുപോയി, അല്ലാതെ വേറെ ആരുടെയും കയ്യിൽ നിന്ന് വിട്ടുപോയിട്ടൊന്നുമില്ല. പിള്ളേർ ബാംഗ്ലൂർ വന്ന പിള്ളേർ അവര് ദേ വോണ്ട് എക്സ്പ്ലോർ ലൈഫ്. ഇറ്റ് ഈസ് കംപ്ലീറ്റ്ലി നാച്ചുറൽ. അതൊരു നാച്ചുറൽ പ്രോഗ്രഷൻ തന്നെയാണ്. പിള്ളേർ അങ്ങനെ അവരെ തന്നെ അറിയുന്നതും മനസ്സിലാക്കുന്നതും ഒക്കെ. എന്നിട്ട് കഞ്ചാവ്, ചരസ്, കുടി, ഈ പറയുന്ന പോലത്തെ അങ്ങനെ എക്സ്ട്രീം അഡിക്ഷനിലോട്ട് പോകുന്ന ആൾക്കാർ വളരെ കുറവാണ്. ദർ ആർ കിഡ്സ് ഹു മൈറ്റ് ട്രൈ ഇറ്റ് ബിക്കോസ് ദേ ജസ്റ്റ് വോണ്ട് ടു. ആ പ്രായത്തിൽ പിള്ളേർക്ക് ജാടയ്ക്ക് ഞാൻ ഒന്ന് ട്രൈ ചെയ്തു, ഞാൻ ഹൈ ആയി എന്ന് പറയുന്നൊരു ജാടയായിരിക്കാം. അല്ലെങ്കിൽ ഈവൻ ദേ ജസ്റ്റ് വോണ്ട് ടു ട്രൈ ഇറ്റ്, ഇറ്റ്സ് ജസ്റ്റ് ഔട്ട് ഓഫ് ക്യൂരിയോസിറ്റി മേ ബി. ആൻഡ് ഞാൻ കണ്ടിട്ടുള്ളത് എന്റെ കൂട്ടത്തിൽ ആർക്കും അങ്ങനെ അഡിക്ഷൻ ഇല്ല. They've all tried it, we've all done it, none of us are addicted. അപ്പോ പിള്ളേർ കയ്യിൽ നിന്ന് വിട്ട് പോകുന്ന ആൾക്കാർ ബേസിക്കലി അവരുടെ ആ കൺട്രോളിൽ റിലിൻക്വിഷ് ചെയ്യുന്നതിന്റെ ഒരു വിഷമം, അതിന്റെ ഫ്രസ്ട്രേഷനാണ് അവർ കാണിക്കുന്നത്. പിന്നെ പിള്ളേർ തന്നെ താമസിക്കാൻ തുടങ്ങുമ്പോൾ തന്നെ ഇപ്പൊ റിലീജിയസ് ഫെയ്ത്ത് ആണെങ്കിലും ഒരു പള്ളിയിൽ പോകുന്നതാണെങ്കിലും നാട്ടിലെ ആൾക്കാരുടെ ആ ഒരു യൂഷ്വലി, നാട്ടിലെ നല്ല ഇവിടെ പള്ളികളിലൊക്കെ ഈ ഹിപ്പോക്രസി വളരെ റാമ്പന്റ് ആൻഡ് ഇപ്പോഴും എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള സാധനം തന്നെയാണ്. അതായത് പള്ളിയിൽ ഒരു സാധനം പഠിപ്പിക്കും, പുറത്തിറങ്ങുമ്പോഴത്തേന് വേറൊരു മുഖം. അപ്പൊ ആ ഒരു പ്രായത്തില് കിഡ്സ് വിൽ കോൾ ഔട്ട് bullshit man. The minute they see, they'll call it out. എന്താണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത്, ഇങ്ങനെ ആളുകൾ ഈ പഠിപ്പിക്കുന്ന ആള് തന്നെയാണല്ലോ പുറത്ത് വന്നിട്ട് ഇങ്ങനെ ചെയ്യുന്നതെന്നുള്ള സാധനം നമ്മൾ നോട്ടീസ് ചെയ്യാനും തുടങ്ങും, നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യാനും തുടങ്ങും. അപ്പോൾ ഉടനെ പേരൻസ് സാധനം മാറ്റി പിടിക്കും. അവർ പറയും നിങ്ങൾ ആളെയല്ല നോക്കുന്നത്, ആ ഡോക്ടറിനെയാണ് നോക്കുന്നത്. ഡോണ്ട് ലുക്ക് അറ്റ് ദ പീപ്പിൾ, ലുക്ക് അറ്റ് വാട്ട് ദ ടീച്ചിങ്. ടീച്ചിങ്ങും കംപ്ലീറ്റ്ലി ഫ്ലോഡാ, ടീച്ചിങ് അതിന് അപ്പുറത്തെ ഫ്ലോഡാ. അപ്പൊ ഇതൊക്കെ ആൾക്കാർ ചോദ്യം ചോദിക്കാൻ തുടങ്ങി. അറ്റ്ലീസ്റ്റ് എന്റെ ജേർണി അങ്ങനെയായിരുന്നു. എല്ലാം ഞാൻ ചോദിച്ചു അവസാനം ഉത്തരവില്ല പറയാനായിട്ട്. പിന്നെ അവസാനം ഉത്തരവില്ലാത്തപ്പോൾ അവർ പറയുന്നത് നമ്മള്
ബൈബിളിനെയും പള്ളിയിൽ ദൈവം അപ്പോയിന്റ് ചെയ്ത ആൾക്കാരെയും നമ്മൾ ചോദ്യം ചെയ്യരുതെന്നുള്ള സാധനമാണ് ഏറ്റവും അവസാനം വന്ന് വണ്ടി നിൽക്കുന്നത് അവിടെയാണ്. കാരണം അതിനപ്പുറം അവർക്കൊരു ആർഗ്യുമെന്റ് ദേ നോട്ട് ഏബിൾ ടു ആൻസർ യുവർ ക്വസ്റ്റ്യൻസ്. അപ്പം അങ്ങനെ ഒരു സാധനം വന്നപ്പോൾ എനിക്ക് മനസ്സിലായി there are no answers. ആൾക്കാർ വെറുതെ ബ്ലൈൻഡ് ആയിട്ട് ഇങ്ങനെ ചില സാധനങ്ങൾ ഫോളോ ചെയ്ത് പോകുന്നു, ബാക്കിയുള്ളത് ചോദ്യം ചെയ്യുന്നില്ല. കാരണം ചോദ്യം ചെയ്ത് കഴിഞ്ഞാൽ പ്രശ്നമാണല്ലോ. അത് കാരണം ചോദ്യം ചെയ്യാതെ ഇങ്ങനെ പോകുന്നു. കാരണം ചോദ്യം ചെയ്യുന്നവരൊക്കെ ഒന്നുകിൽ പുറത്താക്കും, ഇല്ലെങ്കിൽ അവരുടെ വീട്ടുകാരെ വിളിച്ച് പ്രശ്നം ഉണ്ടാക്കും. അങ്ങനെയൊക്കെയാണ് പ്രശ്നം ഇവിടെ കാര്യങ്ങൾ നടക്കുന്നത്. എനിവേ, അതൊരു റിലീജിയസ് സൈഡ്. എനിക്ക് എന്നെ ബാംഗ്ലൂർ ഫ്രീ ആക്കിയെന്ന് ഞാൻ പറയുന്നത് ഫ്രം ഓൾ കൈൻഡ്സ് ഓഫ് സൊസൈറ്റൽ ആൻഡ് റിലീജിയസ് എക്സ്പെക്ടേഷൻ ഫ്രം മീ. അതൊക്കെ എനിക്ക് വിട്ട് കളയാൻ ഭയങ്കര എളുപ്പമായിരുന്നു. പിന്നെ എനിക്ക് നാട്ടിലോട്ട് പെട്ടെന്ന് ഈവൻ ലൈക്ക് പ്രഗ്നൻസി റിലേറ്റഡ് ആണ് ഞാൻ നാട്ടിൽ പോയത്. അപ്പോൾ അത് ഞാൻ പോയി കഴിഞ്ഞാൽ പിന്നെ ഇറ്റ് വാസ് വെരി ഡിഫിക്കൾട്ട് ഫോർ മീ ടു ഗെറ്റ് ബാക്ക് ടു ലൈഫ് ദെയർ. ബിക്കോസ് അവിടുത്തെ അന്നേരം ഞാൻ മാറി, പക്ഷെ എൻ്റെ എൻവയൺമെന്റ് അന്നേരം മാറിയിട്ടില്ല. പണ്ടത്തെ അതേ എൻവയൺമെന്റ് ഒക്കെ തന്നെയല്ലേ. Although I was not with my parents, the place and the people were almost the same, So I was like, shit, I'm coming back to this hole that I escaped from. എന്നൊരു സാധനമായിരുന്നു. അങ്ങനെ 6 വർഷം ഞാൻ പിടിച്ചു നിന്നു. ഇവിടെ ജോലി ചെയ്യാൻ ഓഫീസ് തുടങ്ങിയപ്പോൾ then I just, I was like, fuck this shit, I'm going back. അങ്ങനെ നമ്മളെല്ലാവരും തിരിച്ചു വന്നു. But I'm always grateful for cities like this that are welcoming of people and that let us explore life and be ourselves, come home to ourselves. Because നമ്മുടെ നാട്ടിൽ നമ്മൾ വളരുന്ന സ്ഥലത്ത് മോസ്റ്റ് ഓഫൻ തന്നെ നമ്മുടെ സ്വന്തം സ്ഥലത്ത് നമുക്കത് ചെയ്യാൻ പറ്റത്തില്ല. പിള്ളേർ എന്തെങ്കിലും ഒരു സാധനം ഔട്ട് ഓഫ് ക്യൂരിയോസിറ്റി ചെയ്യുമ്പോൾ അയ്യോ അത് വലിയ പ്രശ്നമായി, അവരെ ജഡ്ജിങ് ചെയ്ത് പിന്നെ വേറൊരു വള്ളിയായി. ഐ തിങ്ക് വി ഷുഡ് ജസ്റ്റ് ലെറ്റ് kids be, let them explore, let them live their life. നമ്മളൊരു സാധനം എക്സ്പ്ലോർ ചെയ്യാതെ അങ്ങനെ അത് ഒരു സാധനം എങ്ങനെയാണെന്നുള്ള മനസ്സിലാക്കുന്നത് എനിക്കറിയത്തില്ല. യു ഹാവ് ടു എക്സ്പ്ലോർ ഇറ്റ് ആൻഡ് ട്രൈ ടു നോ വെദർ ഇറ്റ്സ് ഗുഡ് ഫോർ യു ഓർ നോട്ട് ഗുഡ് ഫോർ യു. ചാൻസസ് ആർ ഒരാൾക്ക് ഇഷ്ടമില്ലാത്ത കാര്യം, ഒരാൾക്ക് കംഫർട്ടബിൾ അല്ലാത്ത സാധനം അവർ കണ്ടിന്യൂ ചെയ്യത്തില്ല. ഇനിയിപ്പോൾ എന്നിട്ട് അഡിക്ഷൻ ആയി പോവുകയാണെങ്കിൽ ദാറ്റ് ഇസ് സംതിങ് എൽസ്. ദാറ്റ്സ് നോട്ട് ബാംഗ്ലൂർ. ദാറ്റ്സ് നാട്ടിലപ്പോൾ കഞ്ചാവൊന്നും ചെയ്യുന്ന ആൾക്കാരില്ലേ. എനിക്കതൊക്കെയാണ് മനസ്സിലാവാത്തത്. എനിവേ, ഞാൻ വണ്ടി ഓടിച്ചപ്പോൾ ഇത്രയും സാധനങ്ങളൊക്കെ എൻ്റെ മനസ്സിൽ വരുന്നത്. എസ്പെഷ്യലി ഞാൻ ഈ കോർമംഗലം ഇന്ദിരാനഗർ സൈഡ് പോകുമ്പോൾ ഇറ്റ്സ് ഓൾ ആ ഓൾഡ് ബാംഗ്ലൂർ ചാം അതിൻ്റെ ചില സ്ഥലങ്ങളിൽ ഇപ്പോഴും ഉണ്ട്. അപ്പോൾ എനിക്കതൊക്കെ കാണുമ്പോൾ ഇങ്ങനെ നൊസ്റ്റാൾജിയ വരും. ഇങ്ങനെ വളവളാന്ന് പണ്ടത്തെ കാര്യങ്ങളൊക്കെ ഓർത്തിങ്ങനെ സംസാരിക്കും. ആൻഡ് നെക്സ്റ്റ് വീക്ക് ഐ എം ട്രാവലിംഗ് ടു മീറ്റ് മൈ ഫ്രണ്ട്, കോളേജ് ഫ്രണ്ട് തന്നെ. അപ്പോൾ ഐ എം എക്സൈറ്റഡ് ഫോർ ദാറ്റ് ഓൾസോ. അപ്പോൾ ഇന്ന് രാവിലെ ഐ വാസ് ജസ്റ്റ് ടോക്കിംഗ് ടു ഹർ. അപ്പോൾ അവളെ ഓർത്ത് പഴയ ബാംഗ്ലൂരൊക്കെ കണ്ടപ്പോഴത്തേക്ക് എനിക്ക് പെട്ടെന്ന് എൻ്റെ പഴയ ഓർമ്മകളൊക്കെ വന്നിങ്ങനെ സംസാരിക്കാമെന്ന് വിചാരിച്ചു. ഞാനിനി കുറച്ച് നേരത്തേക്ക് എനിക്ക് സംസാരിച്ച് മടുത്തു. എൻ്റെ ബാറ്ററി ഡൗൺ ആയി. എന്നാൽ കുറച്ച് നേരത്തേക്ക് ഇപ്പം ഞാൻ എവിടെയാ സോണി സിംഗിലെത്തി. എനിക്ക് ഇലക്ട്രോണിക് സിറ്റി എത്തണം. അതുവരെ മേ ബി ഐ ജസ്റ്റ് ഷോ യു ദ റോഡ്.